മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി ഭാവന ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോരാട്ടത്തിന്റെ മറ്റൊരു പെൺപ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര 2009-10 പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ മോശമായി പെരുമാറി. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു. അതെല്ലാം ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിംഗിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു. അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കി. നമ്മളതിനെ കൃത്യമായ വിലയോടുകൂടി അതിനെ വായിച്ചു നോക്കുകയും അത് മനസ്സിലാക്കുകയും അതിനെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടത്തുകയും അതിനുവേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ചെയ്യാൻ വേണ്ടേ. ജയൻ ചേർത്തല അദ്ദേഹവും ഞാനും കൂടി 2014 റിലീസായ മരംകൊത്തി എന്ന സിനിമയിൽ ഒരു റേപ്പ് സീൻ അഭിനയിക്കുമ്പോൾ ഉണ്ടായ എൻ്റെ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ചേട്ടനാണ് പറഞ്ഞത്, ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു. പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടേ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങോട്ട് പ്രതികരണം എന്താണ്? ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറഞ്ഞു കേൾക്കുമ്പോൾ അതിന് എന്താണ് അങ്ങനെ തോന്നുന്നത്? എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ അതിനു വേണ്ടിയാ, അല്ലാതെ അതുകൊണ്ട് വേറെ ഒന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്ന് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായിരുന്നു. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല.